കണ്ണിന് സായൂജ്യം നിൻ രൂപം. കണ്ണിന് സായൂജ്യം നിൻ രൂപം. ഏതൊരു കോവിലും ദേവതയാക്കും, ഏതൊരു കോവിലും ദേവതയാക്കും. ഏത് പൂജാരിയും പൂജിക്കും നിന്നെ, ഏത് പൂജാരിയും പൂജിക്കും. അവന്റെ ഒരു നോട്ടമൊക്കെ കണ്ട വാ വേഗം ഇല്ല. അവന് പാട്ടിനനുസരിച്ചുള്ള കോസ്റ്റ്യൂമാ, പക്ഷെ അവന്റെ ചെരുപ്പ് കുറച്ച് ഫ്രീക്കായി പോയി. അതെന്താടാ ആ ചെരുപ്പിട്ടെന്ന്? ഫുട്ബോളർ അല്ല, അതെന്താ ആ ചെരുപ്പിന്റെ ടാലന്റ്? ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ടാലന്റിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം അല്ലേ? ചോദിക്കാം. ഓക്കെ, ഹരിയാണോ? അർജുൻ സർ, ഹാറ്റ്സ് ഓഫ്, സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു സർ. நான் நினைச்சு கூட பார்க்கல ஃபுட்பாலர் டான்ஸ் களிக்கும், பட் ஆனா ஐ நெவர் தாட் யூ வில் சிங் லைக் திஸ். அசாத்தியமாயிட்டு பாடி. താങ്ക് യു സർ. வாட் அ சாங். ஹேட்ஸ் ஆஃப் டு ஆல் த கிரேட்ஸ் இன் திஸ் சாங். எல்லா சங்கதிகள் ஐ திங்க் யூ ஜஸ்ட் நெயில்ட் இட். ஒரு சங்கதி அப்படியே ഫ്ലാഷ് ഫ്ലാഷ് ലൈറ്റ്നിങ് 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 ആൻഡ് അത്ര നന്നായിട്ട് യു കൺട്രോൾഡ് യുവർ വോയിസ്. ഈവൻ ചരണത്തിലെ സസ്റ്റെയിൻസിലെ എല്ലാം അതെല്ലാം സംഗതി യു ഡിഡ് സൂപ്പർവാ ഇരുന്നത്. താങ്ക് യു സർ. ബട്ട് ഐ ഫെൽറ്റ് കുറച്ച് ഓടി. പല്ലവി വാസ് ടോപ്പ് ക്ലാസ്. അനുപല്ലവി ആൻഡ് ചരണം കുറച്ച് അങ്ങങ്ങ് ടെമ്പോ മിസ്സായി. ബട്ട് ഐ തിങ്ക് ഇറ്റ് വാസ് എൻ അമേസിംഗ് പെർഫോമൻസ്. I never expected this. Thank you, sir. Completely blown. കില്ലാടി. താങ്ക് യു. ഷാനിക്ക. അർജുൻ സർ, മോനെ അടിപൊളിയായിട്ട് പാടിയിടാ നീ, ഒരു രക്ഷയില്ലായിരുന്നു. ഞാനും ഹരി പറഞ്ഞ പോലെ ഫുട്ബോളർ ഡാൻസർ എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ഇങ്ങോട്ട് നോക്കിയപ്പോഴാണെങ്കിൽ സ്വർണ്ണ ഗോപുരം. ശരി, അങ്ങനെയായിരുന്നു. പക്ഷേ കലക്കി കളഞ്ഞു കേട്ടോ അർജുൻ, ഒരു രക്ഷയില്ല. എത്ര വർഷം പഠിച്ചിട്ടുണ്ട് മ്യൂസിക്? ഒരു വർഷം. ഒരു വർഷം പഠിച്ചിട്ട് സൂപ്പർ ടാലന്റ്. എനിക്ക് അർജുൻ്റെ ഈ സിംഗിങ്ങിൽ ഞാൻ കണ്ട വളരെ മൈനർ ആയിട്ടുള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത്, മൈനറല്ല, കുറച്ച് മേജർ ആയിട്ടുള്ളൊരു, നമുക്ക് ലിറിക്സിന്റെ ക്ലാരിറ്റി കുറച്ചുകൂടെ ഒന്ന് കൊണ്ടുവരാണ്ട്. അർജുൻ്റെ പാട്ടില് നാണിക്കുന്നുണ്ടത് ഒരു വരുന്നുണ്ട്. ഇപ്പൊ രാഗം എന്നുള്ളത് ഒരു ര വരുന്നുണ്ട്, ര ആണ് വരുന്നത്. അപ്പൊ ഒരു അകാരം മിസ്സിംഗ് ഉണ്ട്. അത് മാത്രമേ ഞാനിതിൽ ഒരു പ്രശ്നമായിട്ട് കണ്ടുള്ളൂ. ബാക്കി എവറിത്തിങ് വാസ് സോ ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടി കേട്ടോ, അടിപൊളിയാണ്. താങ്ക് യു ഷാനിക്ക. ഹരിചേട്ടാ. അർജുൻ സർ. ഓ, ഞാൻ ഭയങ്കര ഫാനായി അർജുൻ്റെ. ഭയങ്കര അടിപൊളിയായിട്ട് പാടി കേട്ടോ മോനെ, സൂപ്പർ. താങ്ക് യു സർ. ആ സോങ് ഇതിന്റെ കമ്പോസേഴ്സ് ആരൊക്കെയാണ്? നിങ്ങൾക്ക് ഇതൊക്കെ അറിയോ? എന്താണ്, ആരത് മ്യൂസിക് ചെയ്തത്? MS വിശ്വൻ. വിശ്വനാഥൻ. വിശ്വനാഥൻ. ആ, ആരാണ് ലിറിക്സ് എഴുതിയത്?
ശ്രീകുമാരൻ തമ്പി സാർ. പാടിയത് ആരാണ്? പി ജയചന്ദ്രൻ സാർ. സെറ്റ്. അവനൊരു കയ്യടി കൊടുത്തു. ഇതൊക്കെ പഠിച്ച് അതെ ഇവരൊക്കെ പാട്ടുകൾ കേൾക്കണം കേട്ടോ. MSV സാറിന്റെ പാട്ടുകൾ എന്നൊക്കെ പറയുന്നത് പറയാനില്ല. അതെ. അപ്പൊ ഇത്രയും ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു പാട്ട്, അത് പലരും പാടാറുണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻ കണക്ട് ആയി പാടിയതിന്റെ ആ ഒരു, അത് ഒരിക്കലും ഒറിജിനൽ പോലെ ട്രൈ ചെയ്തില്ല. അർജുൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ സ്റ്റൈൽ ഓഫ് സിംഗിങ് ആയിരുന്നു. കുറെ സംഗതിയൊക്കെ വേറെ ആയിട്ടാ പാടിയെന്ന് തോന്നുന്നു അല്ലേ? അതെ. പക്ഷെ അത് കുഴപ്പമില്ല, ആ സോങ് ടാലന്റ്. അതെ, അവന് അത് ടാലന്റ് ഉണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ആ ബസറിലോട്ട് നോക്കിയത് ഒന്ന് അടിക്കണോ എന്നൊക്കെ ഒരു ചിന്ത വന്നു. പിന്നെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം. റിയാലിറ്റി ഷോയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഫുട്ബോൾ ഭയങ്കര ഇഷ്ടം അല്ലേ? ഭയങ്കര ഇഷ്ടം. ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ ആരാണ്? റൊണാൾഡോ. ഓക്കെ. അവനൊരു സങ്കടം, അവന് പാട്ടിനെ പറ്റി ചോദിക്കുമ്പോ ഒന്ന് ആലോചിക്കും. അച്ഛനിടക്ക് കളിക്കാൻ വിടില്ല, പോയി വല്ല തട്ടി വീണാലോ എന്നൊക്കെ വിചാരിച്ച്, പിന്നെ അതൊക്കെ എന്തെങ്കിലും സൗണ്ടിന് പ്രശ്നം വരുമോ, പൊടിയടിച്ച് ഇതൊക്കെ പേടിച്ച് അച്ഛൻ കളിക്കാൻ വിടില്ല. അതാണ് അവന് കളിക്കേണ്ട പ്രായമല്ലേ? അതെ, ഞങ്ങൾ കളിക്കണമെന്നേ പറയുള്ളൂ. അതെ, ഞങ്ങൾ കളിക്കണമെന്നേ പറയുള്ളൂ. ആണോ? അച്ഛൻ വിടാറില്ലേ? ഇല്ല ഇല്ല. എന്താ പറയാ അച്ഛൻ? അലർജി ഉള്ളതാ. അലർജി, ജലദോഷത്തിന്റെ, അതുകൊണ്ട് അച്ഛൻ വിടൂല. അതൊക്കെ മാറും. അതൊക്കെ മാറാൻ വേണ്ടി ഞങ്ങളൊരു ചെറിയൊരു സംഭവം തരട്ടെ. ഒരു മരുന്ന്. പടിയാണോ? വടിയാണോ? ഓക്കെ. അപ്പൊ ഇങ്ങോട്ട് ഷാനിക്കയുടെ അടുത്തോട്ട് വന്നു. ഞാനും വേണ്ട, അവിടെ നില്ല. ഇവിടെ ഫ്രണ്ടിൽ ഷാനിക്കയെ നോക്കി കണ്ണടച്ച് നിന്നു. എന്നെ നോക്കിയിട്ട് കണ്ണടച്ചിരിക്കുന്നു. എന്റെ അലർജിയുടെ മരുന്ന് ഞാൻ തരാം. കണ്ണ് മുറുക്കെ പിടിച്ച് അടച്ചിരിക്കണം കേട്ടോ, തുറക്കരുതേ. അതും നല്ലൊരു കാര്യമാണ്. അതിന് കണ്ടോർന്നു. എനിക്ക് ഫുട്ബോൾ വേണമെന്നുള്ളൊരു ആഗ്രഹമല്ലേ ഉണ്ടായിരുന്നു? എന്നാ പിടി നിന്റെ അലർജിക്കുള്ള മരുന്ന്. നീ പോയി കളിക്കണം കേട്ടോ. അല്ല, അവൻ ഇന്ന് ആ ബോൾ കൊടുത്ത രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അവൻ അടിപൊളിയായിട്ട് പാടി, സൂപ്പർ. പിന്നെ അവന് കുറച്ചുകൂടിയൊക്കെ ഒന്ന് കളിക്കാൻ വിടണം. അവന്റെ പ്രായം അതാണ്. അച്ഛാ, കുറച്ച് കളിക്കാൻ വിടണേ കൊച്ചിനെ. സന്തോഷായോ? പിന്നെ ആ അലർജി എല്ലാം ശരിയാകും. ജസ്റ്റ് ഡു എ ലോട്ട് ഓഫ് യോഗ, പ്രാണായാം, and it will be gone. But don't forget to play. കളിക്കണം കേട്ടോ, ബോൾ വെച്ചിട്ട് പാട്ട് പാടണം കേട്ടോ. ഓക്കെ, ബൈ.